ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ഫിൽമി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. പരിമള ആൻഡ് കോ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഉർവശി ജയറാം താരജോഡിയിൽ വരുന്ന സിനിമയാണ്. അപ്പം നമ്മൾ 90s കിഡ്സിനെല്ലാം ഭയങ്കര ഭയങ്കര റിലേറ്റ് ചെയ്യാൻ, എന്താ പറയുക, ഭയങ്കര ഒരു ഒരു ഐക്കോണിക് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കോംബോ ആണിത്. കാരണം നമ്മൾ തലയണ മന്ത്രം, അതേപോലെ തന്നെ നമ്മുടെ പൊന്മുട്ടിയിടുന്ന താറാവ്, അതേപോലെ മഴവിൽ കാവടി എന്നിങ്ങനെ കുറേ ഒരു ബഞ്ച് ഓഫ് ഫിലിംസ്, എന്താ പറയുക, അത്രയ്ക്ക് നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പം ആ കോംബോ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ഞാൻ ഈ സിനിമയുടെ ഒന്ന് രണ്ട് പ്രൊമോഷൻ ഇന്റർവ്യൂസിൻ്റെ ഒക്കെ ബിറ്റ്സ് ആൻഡ് ബിറ്റ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിരുന്ന് ഞാൻ കണ്ടിരുന്നു. കൊള്ളാം, രസമുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആൻഡ് പിന്നെ മിഷ്കിനൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ അവിടെയൊക്കെയായിട്ട് കേട്ടിരുന്നു. വേറെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും ഞാൻ ഇതിന്റെ ടീസർ റിലീസ് ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞോളാം, ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ട്രെയിലർ എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിലേക്ക് പറയുകയാണെങ്കിൽ, ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന പാണ്ഡ്യരാജാണ്. പാണ്ഡ്യരാജ് നമ്മുടെ സൂര്യനെ വെച്ച് എതിർക്കും തുരന്തവൻ എന്ന് പറയുന്ന സിനിമയൊക്കെ എഴുതി ഡയറക്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ആ സിനിമ എനിക്ക് അത്ര വർക്കായിട്ടുണ്ടായില്ല, പക്ഷെ അങ്ങനെ ഒരു സിനിമ ചെയ്ത ഡയറക്ടറാണ്. പിന്നെ പസംഗ എന്ന് പറയുന്ന ഒരു പസംഗ 1, പസംഗ 2 അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഇദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം. ഞാൻ ആ സിനിമകൾ ഞാൻ അത്ര ഫെമിലിയർ അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സിനിമകൾ. ഓക്കെ, അതാണ് പാണ്ഡ്യരാജ് എന്ന് പറയുന്ന ഡയറക്ടറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ ബാക്കി ടെക്നിക്കൽ ടീമിലേക്ക് വരുമ്പോൾ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുഭാസ്കരൻ, ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. പിന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ജോർജ് സി വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കക്ഷിയാണ്. മ്യൂസിക് FOXN, ഫോക്സൺ. അതാരാണ് അത് ആർട്ടിസ്റ്റ്? ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ആർട്ടിസ്റ്റ് ആണല്ലോ മ്യൂസിക്. ഫോക്സൺ, സ്പോട്ടിഫൈ. ഓക്കെ. Foxen, music producer, co-composer duo consisting of Pradeep PJ and Wayne Pave, who was producing music for more than a decade. ഓ, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണ്. പക്ഷേ എന്തോ ഞാൻ ഇവരുടെ അത്ര ഫോളോ ചെയ്യുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ ഏതായാലും മുന്നേ സിനിമ ചെയ്തിട്ടുണ്ടോന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ 10 വർഷമൊക്കെ ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് സ്പോട്ടിഫൈ പറയുന്നത്. അറിഞ്ഞൂടാ, ഞാൻ ഇവരുടെ മ്യൂസിക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ എഡിറ്റർ പ്രദീപ് രാഘവ്. പുള്ളി ജനനായകന്റെ ഒക്കെ എഡിറ്ററാണ്. പിന്നെ ഡ്രാഗൺ മൂപ്പരാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രാഗൺ എനിക്ക് അത്യാവശ്യം തിയേറ്ററിൽ നല്ലപോലെ വർക്കായിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ LIK എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലവ് ഇൻഷുറൻസ് കമ്പനി, മറ്റേ കോർപ്പറേഷൻ, ആ സാധനം നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കക്ഷി. പിന്നെ ഓഡിയോഗ്രഫി MR രാധാകൃഷ്ണൻ, പിന്നെ പറയേണ്ട ലെജൻഡാണ്. അതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്കൽ ടീമായിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരുപാട് സമയം ഡിലേ ചെയ്യാണ്ട് ട്രെയിലറിലേക്ക് പോകാം. அவனை கொன்னாதான் நாம வாழ முடியும். அவனை கொன்னாதான் நாம வாழ முடியும்னா கொண்டுடலாமா? கொண்டுடலாமா? கொலைக்கு சவாலா? பிரபல ராக்கெட் வர்கீஸ் மர்ம நபர்களால் கொலை செய்யப்பட்டுள்ளார். வேற யார் சந்தேகம்? பரிமளா ஃபேமிலி நாங்க பண்ணாத கொலைகளா? மச்சானும் தம்பியா நம்ம எல்லாம் கெத்துக்காரங்க மச்சான். அவ பாய் ஃப்ரெண்ட் வச்சு பண்ணிருப்பாளா சார்? முதலாளி கொலை பண்ணுமா? பண்ணிடலாமா? ഇതിപ്പോ വിചാരിച്ച ജോണറയല്ലല്ലോ. ഞാനൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആയിരിക്കും എന്നാണ് കരുതിയിരുന്നത്. ഇതിപ്പോ മേർഡർ മിസ്റ്ററി ആണോ? ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, അതിനെ വെച്ചിട്ടുള്ളൊരു അന്വേഷണമുണ്ട്. അതിൽ പോലീസിന്റെ മുന്നിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഐ മീൻ കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിൽ ഉള്ള ആൾക്കാരെ പറ്റി പറയുമ്പോൾ അതിൽ പരിമള എനിക്ക് തോന്നുന്ന നമ്മുടെ ഉർവശിയുടെ ക്യാരക്ടറിൻ്റെ പേരായിരിക്കും. പിന്നെ അവരുടെ ഫാമിലി, പിന്നെയുള്ളത് അവരുടെ കുറച്ച് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവരൊക്കെ ആവാൻ സാധ്യതയുണ്ട്. മേർഡർ മിസ്റ്ററി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? തിരക്കിടില്ലല്ലോ. മനസാക്ഷിയെ തൊട്ട് சொல்லு, நீதானே? சத்தியமா நான் பண்ணலப்பா.
அம்மா சத்தியமா நான் இல்லப்பா. போலீஸ் வருவாங்க, கேள்வியா கேட்பாங்க. இந்த கொலைக்கு நமக்கும் எந்த சம்பந்தமுமே இல்லைங்கிறத சொல்லிடுவாங்க. എനിക്ക് ദൃശ്യം അടിക്കുന്നു. അതെന്താ അങ്ങനെ അല്ലേ? ഒരു അച്ഛൻ, വൈഫ്, 2 പെൺമക്കള്, അല്ലാണ്ട് ദൃശ്യം അടിക്കുന്ന പോലെ. കാരണം ബാക്കിയോടെ ஆனா நம்மள யாரோ ஒருத்தர் தான் கொல்லப்பட்டிருக்கோம். எல்லாரும் ஒரே மாதிரி போய் சொல்லணும். பாபநாசம் படம் ஞாபகம் இருக்கு? எனக்கெல்லாம் நிறைய மறந்து போச்சு. குடும்பத்தோட இன்னொரு தடவை பார்த்துடலாமா? எதுக்கு வந்து போட்டாங்க? கேங் வச்சா அவமானமா இல்ல காதலா? வர்கீஸ் உங்களுக்கு தெரியல? யாருக்கு தான் தெரியாது சார். இப்பதானே சமீபத்தில் யாரும் அடிச்சு கொண்டு போட்டாங்க. ஐயோ எப்போ? வைத்தியம். குடும்பத்தோட சேர்ந்து சமையல் பரிமளா செய்வீங்க, and co. கொலையும் செய்வீங்களா? ஏப்பா ஒருவேளை நாங்க தான் கொலை செஞ்சோன்னே வச்சுக்கயே, கொலைகாரனுக்கு பசிக்காதா? அவன் சாப்பிட மாட்டானா? சாப்பிடலாம், ஜெயில உட்கார்ந்தா சாப்பிடலாம். நீ சொன்னா கமலஹாசன மாதிரி உங்களை நான் காப்பாத்துறேன். கொலை பண்ண நீங்க எப்படி எங்களை காப்பாத்துவீங்க? நீங்க தான் உள்ள போயிடுவீங்களே, நாங்க தான் உங்களை காப்பாத்த முடியும். நான் கொல்ல ഓക്കെ. ഫ്രം ജൂൺ 5th. ജൂൺ 5th സിനിമ റിലീസാകുന്നത്. ഓക്കെ. കൊള്ളാം, ഒരു രസമുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ഒരു മേർഡർ നടക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലിയായിട്ട് എങ്ങനെയോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആണ് പേര് പറഞ്ഞത്. അങ്ങനെ ഒരു ആൾ മരിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഈ ഫാമിലിയിലുള്ള ആരോ ആണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അത് ആരാണ് ചെയ്തതെന്ന് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ബാക്കിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ ആണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കൊള്ളാം. ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു എന്ത് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും അത് ബാക്കിയുള്ള ആക്ടേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ 100% അലമ്പാവുന്ന ക്യാരക്ടേഴ്സ് പോലും ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സാണ് സിനിമയിലുള്ളത്. ഇപ്പോൾ ജയറാമേട്ടനായാലും അതുപോലെ തന്നെ ഉർവശി ആയാലും. സോ എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ ഫാമിലി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജൂൺ 5 എന്തായാലും സിനിമ റിലീസാവട്ടെ, നമുക്ക് കാണാം, കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും ട്രെയിലർ അത്യാവശ്യം ഇമ്പ്രസീവ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണെന്നുള്ള ഫീൽ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യുക. ചെയ്യടേ ഒന്ന് എങ്ങനെയും ഒന്ന് വളർത്തിക്കൊണ്ട് വരട്ടെ ഞാൻ എൻ്റെ ചാനലിൽ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ.